ഉത്രാടപ്പൂവിളിയുടെ മധുരിമയിൽ കേരളം ഉണർന്നപ്പോൾ ഇവിടെ പ്രവാസലോകവും ഓണനിർവൃതിയുടെ ആഘോഷാംശങ്ങൾ ആസ്വദിക്കാൻ സന്നദ്ധരായി. തീർച്ചയായും ഓണസദ്യ തന്നെയാണ് വലിയൊരു ഹൈലൈറ്റ് ഓണത്തിൻ്റെ, അല്ലേ? നല്ല കുത്തിരിച്ചോറും പരിപ്പും അതിലൊരൽപ്പം നെയ്യും ഒഴിച്ച്, പിന്നെ ബാക്കി ഒട്ടനവധി കൂട്ടാനുകളും നിരത്തി, പച്ചടിയും കിച്ചടിയും അവിയലും തോരനും കാളനും ഓലനും അച്ചാറുകളും അതെല്ലാം കൂടെ ചേർത്ത് സാമ്പാറും പിന്നീട് രസവും മോരും എല്ലാം കൂട്ടി നല്ല സമൃദ്ധമായൊരു സദ്യ. എല്ലാത്തിനും ഒടുവിൽ നല്ല ബോളിയും പാൽപ്പായസവും ചേർത്തൊരു കലാശക്കൊട്ടും. തിരുവനന്തപുരം കനകക്കുന്നും പുത്തരിക്കണ്ടം മൈതാനവുമെല്ലാം വർണ്ണവിസ്മയങ്ങളായി തെളിഞ്ഞാടുന്ന ഓണക്കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള നമ്മുടെ ആ ബാല്യം. എന്നാൽ അത്രത്തോളം രസകരമല്ലെങ്കിലും ഇവിടെയുണ്ട് കുഞ്ഞു കുഞ്ഞ് ഓണപ്പാച്ചിലുകളിലെ സന്തോഷ മുഹൂർത്തങ്ങൾ. പ്രവാസലോകത്തെ മറ്റൊരു പ്രത്യേകത, ഇനി അങ്ങോട്ട് 2 മാസക്കാലം ഇവിടെ ഓരോരോ സാംസ്കാരിക സംഘടനകളുടെ ഓണാഘോഷങ്ങളാണ്. ടീം ഹെവൻലി ഡ്രീംസിന് പങ്കുചേരാൻ കഴിയുന്ന അത്തരം സന്ദർഭങ്ങളെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്കും എത്തിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരുന്നു ഹൃദയപൂർവ്വം ഓണാശംസകൾ.